ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പുതിയ ചരിത്രം എഴുതുന്നു. നിങ്ങൾക്കറിയാം, തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ മേയറായി ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കോളേജ് വിദ്യാർത്ഥിനി ആര്യ രാജേന്ദ്രൻ വരുമ്പോൾ മറ്റൊരു പെൺകുട്ടി രേഷ്മ മറിയം റോയ് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റായി മാറുന്നു. പത്തനംതിട്ടയിലെ 21 വയസ്സുകാരി പ്രായം 21 വയസ്സായതിനു ശേഷമാണ് നോമിനേഷൻ കൊടുത്തു പോലും. സംസ്ഥാന ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റായി മാറുമ്പോൾ ഈ സ്ഥാനാർത്ഥി നമുക്കൊപ്പം ഇന്ന് വാർത്തയിലെ വ്യക്തിയാകുന്നു. ഇന്ന് മുഴുവൻ ഈ വാർത്തകളിൽ സ്ഥാനം പിടിച്ചത് രേഷ്മ മറിയം റോയി ആയിരുന്നു. എന്തായാലും അരുവാപുരം പഞ്ചായത്ത് പ്രസിഡന്റായി നാളെ പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനിരിക്കെ രേഷ്മ മറിയം റോയ് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് വാർത്തയിലെ താരമായി. രേഷ്മ, ഗുഡ് ഈവനിങ്. രേഷ്മ, വളരെ സന്തോഷമുള്ള കാര്യമാണ്. രേഷ്മ, അഭിനന്ദനങ്ങൾ. ഞങ്ങൾ ആദ്യം ഒരു അഭിനന്ദനം തിരുവനന്തപുരത്തെ നിയുക്ത മേയറിന് രേഖപ്പെടുത്തിയിരുന്നു, ആര്യ രാജേന്ദ്രൻ. ഇപ്പൊ രണ്ടാമത് രേഷ്മയ്ക്കും. രേഷ്മ, ഈ സന്തോഷമുള്ള നിമിഷങ്ങളെ പ്രേക്ഷകരുമായി എന്ത് പറഞ്ഞാണ് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്? വളരെയധികം സന്തോഷത്തിലാണ്, അതിലേറെ അഭിമാനത്തിലാണ്. ഇങ്ങനെ ഒരു അവസരം ലഭിച്ചത് തന്നെ വലിയ കാര്യമായി കരുതുന്നു. പാർട്ടിയാണ് ഇത്തരമൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. വൈകിട്ടോടെയാണ് ഔദ്യോഗികമായ തീരുമാനം എന്നെ പാർട്ടി അറിയിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ കാണാനായിട്ട് വരുന്നു. പ്രത്യേകിച്ചും സാറുമായി ഒരു അഭിമുഖം. ഒരുപാട് സന്തോഷം. രേഷ്മ ഇപ്പോ യഥാർത്ഥത്തില് തിരുവനന്തപുരത്തെ നിയുക്ത മേയർ ഓൾ സയൻസ് കോളേജിലെ BSc വിദ്യാർത്ഥിനിയാണ്. രേഷ്മ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോ? സാർ, ഞാൻ BBA കംപ്ലീറ്റ് ചെയ്തു. BBA ചെയ്ത് കഴിഞ്ഞ് നിൽക്കുകയാണ്. BBA ആയിരുന്നു ഡിഗ്രി. ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൊക്കെ രേഷ്മ ഉണ്ടായിരുന്നു, അതോ ഇപ്പോഴാണോ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത്? എങ്ങനെയാണ് രേഷ്മയുടെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം? വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെയാണ് പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത്. പ്രധാനമായിട്ടും കലാലയ ജീവിതത്തിൽ SFIയുടെ ഭാഗമായിട്ടാണ് പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത്. പിന്നീട് DYFIയുടെ ഭാഗമായി യുവജന രംഗത്തേക്ക് വരുവാനും ഇപ്പോൾ നിലവിൽ SFIയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും DYFIയുടെ ജില്ലാ കമ്മിറ്റി അംഗവുമാണ്. രേഷ്മയ്ക്ക് അറിയും പോലെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തൊക്കെ ഒരുപാട് പ്രായം ചെന്ന മുതിർന്ന നേതാക്കന്മാരാണ് പലപ്പോഴും ഉള്ളത്. അപ്പൊ ഈ നേതാക്കന്മാരൊന്നും ചെറുപ്പക്കാർക്ക് വേണ്ടി വഴിമാറി കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴാണ് നിങ്ങളെപ്പോലുള്ള വളരെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അധികാരത്തിലെത്തുന്നത്. ഈ ഒരു മാറ്റം രാഷ്ട്രീയ രംഗത്തുണ്ടാക്കുന്ന ഗുണപരമായ മാറ്റത്തിലേക്ക് ആയിരിക്കുമോ പോവുക? തീർച്ചയായിട്ടും ഗുണപരമായ ഒരു മാറ്റം തന്നെയാണ്. നമുക്കറിയാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തവണത്തെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഒരുപാട് യുവജനങ്ങൾക്ക് അവസരം നൽകിയ ഒരു പാർട്ടിയാണ് ഞങ്ങളുടേത്. അത്തരത്തിൽ യുവജനങ്ങൾ കൂടി പൊതുരംഗത്തേക്ക് കടന്നു വരണം എന്നുള്ള ചരിത്രപരമായ തീരുമാനം എടുക്കുകയും ഇപ്പോൾ എനിക്കും ആര്യയ്ക്കുമൊക്കെ ഇത്തരമൊരു അവസരമൊക്കെ തരുന്നത് ഞങ്ങൾ ഈ പാർട്ടിയുടെ ഭാഗമായിട്ട് നിലകൊള്ളുന്നത് കൊണ്ടാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. എന്നെ ജയിപ്പിച്ചത് ജനങ്ങളാണ്, പക്ഷേ എൻ്റെ ജയത്തിന് ചുക്കാൻ പിടിച്ചത് എൻ്റെ പാർട്ടിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിലകൊള്ളുന്നത് കൊണ്ട് മാത്രം തേടിയെത്തിയ ഒരു അംഗീകാരം എന്ന് വിശ്വസിക്കുന്നു. ഒട്ടേറെ പേർ ഭാഗ്യമെന്നൊക്കെ ഇതിനെ പറയുന്നുണ്ട്. 21 വയസ്സ് പൂർത്തിയായത് തന്നെ നോമിനേഷൻ സമർപ്പിക്കേണ്ട തീയതിയുടെ തലേന്നായിരുന്നു, അവസാന തീയതിയുടെ തലേന്നായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഈ ഒരു പാർട്ടിയുടെ ഭാഗമായി നിലകൊള്ളുന്നത് കൊണ്ടാണ് പാർട്ടി ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. 20 വർഷത്തിന് ശേഷം എൻ്റെ വാർഡും ഇപ്പോൾ പഞ്ചായത്തും ഭരണം പിടിച്ചിരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ കൊണ്ടുവരുവാൻ കഴിയുമെന്നുള്ള തീർച്ചയായും ഉറച്ച വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിലാണ് നിലകൊള്ളുന്നത്. രേഷ്മ, ഈ അരുവാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ആകുമ്പോൾ രേഷ്മയെ കാത്തിരിക്കുന്നത് വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ഭാവിയാണ്. ഒരുപാട് കാര്യങ്ങൾ, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആകുക എന്ന് പണ്ടത്തെ പോലല്ല. പ്രത്യേകിച്ച് അധികാര വികേന്ദ്രണമൊക്കെ നടന്ന ഒരു കാലത്ത് പഞ്ചായത്തിന് ഒരുപാട് അധികാരങ്ങളുണ്ട്. അപ്പോൾ ഈ സത്യത്തിൽ BBAക്ക് പഠിച്ചു കഴിഞ്ഞ് ഉപരിപഠനത്തിന് പോകണമെന്നായിരുന്നോ രേഷ്മ ആലോചിച്ചിരുന്നത്, അതോ ഇനി രാഷ്ട്രീയ രംഗത്ത് തന്നെ സജീവമായി തുടരണം എന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇപ്പോഴത്തെ ആലോചന? അതോ അതിനെക്കുറിച്ചൊക്കെ തീരുമാനിക്കാൻ ഇനി സമയം കിടക്കുന്നു എന്നാണോ? പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുന്നത് ഇത്തരമൊരു അവസരം ലഭിക്കുമെന്ന് കരുതി ഒന്നുമായിരുന്നില്ല. ഞാനും എന്നോടൊപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിച്ച മറ്റ് സ്ഥാനാർത്ഥികളും ഇപ്പോൾ മെമ്പർമാരായിട്ടുള്ളവരുമൊക്കെ പൊതുപ്രവർത്തന രംഗത്ത് നിലകൊള്ളുന്നത് സ്ഥാനാർത്ഥിയാകുവാൻ കഴിയുമെന്നോ സ്ഥാനങ്ങൾ ലഭിക്കുമെന്ന് കരുതിയോ ഒന്നുമല്ല.
എന്നെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിച്ചല്ലോ, എനിക്ക് നോമിനേഷൻ സമർപ്പിക്കേണ്ട അവസാന തീയതിയുടെ തലേന്നാണ് 21 വയസ്സ് വരെ പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം ലഭിക്കുമെന്ന് കരുതിയതല്ല. പക്ഷേ എൻ്റെ പാർട്ടി എന്നെ ഒരു ദൗത്യം ഏൽപ്പിച്ചു. 20 വർഷത്തിന് ശേഷം എൻ്റെ വാർഡ് തിരിച്ചു പിടിക്കുവാൻ കഴിഞ്ഞു. ഇപ്പോൾ പുതിയൊരു ചുമതല കൂടി നമ്മുടെ തിരുവനന്തപുരത്തെ നിയുക്ത മേയർ ആര്യ രാജേന്ദ്രൻ മനസ്സിൽ സൂക്ഷിക്കുന്നത് ഒരു IPS ഓഫീസർ ആകണമെന്നാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ IPS പരീക്ഷ പാസ്സാക്കണം എന്ന സ്വപ്നമാണ് മനസ്സിൽ സൂക്ഷിക്കുന്നതെന്ന് പറഞ്ഞു. ആദ്യ ദിവസം 24 തന്നെ അഭിമുഖത്തിലാണ് പറഞ്ഞത്. അതുപോലെ എന്തെങ്കിലും സ്വപ്നം രേഷ്മ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടോ? വിദ്യാഭ്യാസമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തക ആകുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഠനം ഇപ്പോൾ ഡിഗ്രി മാത്രമേ പൂർത്തിയാക്കിയിട്ടുള്ളൂ, BBA ബിരുദം മാത്രമേ നേടിയിട്ടുള്ളൂ. തുടർന്നുള്ള പഠനം കൂടി മുൻപോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നു. വീട്ടിലേക്ക് അവസ്ഥ എങ്ങനെയാണ് രേഷ്മ? രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണോ രേഷ്മ വരുന്നത്, അതോ രേഷ്മ മാത്രമാണോ രാഷ്ട്രീയ രംഗത്തേക്ക് വന്നിട്ടുള്ളത്? എങ്ങനെയാണ് അവസ്ഥ വീട്ടിലെ? വീട്ടിൽ എല്ലാവരും കോൺഗ്രസ് പശ്ചാത്തലമുള്ള ആളുകളായിരുന്നു. ഞാൻ ക്യാമ്പസിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ SFIയുടെ ഭാഗമായി നിലകൊണ്ടു. എൻ്റെ ഒരു അഭിപ്രായം എല്ലാ കാര്യത്തിലും വീട്ടിൽ നിന്ന് ചോദിക്കാറുണ്ട്. ഞാൻ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് ബോധ്യമുള്ളത് കൊണ്ട് അവർ എൻ്റെ രാഷ്ട്രീയത്തെ എതിർത്തിട്ടില്ല. ഇപ്പോഴും പൂർണ്ണമായി പിന്തുണയുമായി ഒപ്പം നിലകൊള്ളുന്നു. അവരോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഘട്ടത്തിലും സംഘടനാ രംഗത്ത് നിലനിൽക്കുന്ന ഘട്ടത്തിലുമൊക്കെ നമുക്കറിയാമല്ലോ, സ്വാഭാവികമായും ഒരു സമൂഹത്തിൽ നിന്നും ഉയർന്നു വരുന്ന എതിർപ്പുകളെ കുറിച്ച്. പക്ഷേ ആ എതിർപ്പുകളെ ഒക്കെ ഉണ്ടായ ഘട്ടത്തിലും അവർ എൻ്റെ ഭാഗം കേട്ടു, എനിക്കൊപ്പം നിന്നു. അവർ തന്ന ഒരു പിന്തുണ കൂടിയാണ് ഇന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതിന് ഒരു കാരണം. അതുകൊണ്ട് അവരോട് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു രേഷ്മ. ഒരു ചരിത്രമുണ്ടാക്കിയ പെൺകുട്ടിയോട് ഇത്രയും നേരം സംസാരിക്കാൻ പറ്റിയ സന്തോഷം. നാളെ മുതൽ വളരെ കാര്യക്ഷമതയുള്ളൊരു അരുവാപുരം പഞ്ചായത്ത്, അരുവാപുരത്തിന്റെ രാഷ്ട്രപതിയാണ് രേഷ്മ. അപ്പോൾ നല്ല രീതിയിൽ ആ പഞ്ചായത്ത് ഭരിച്ച് ഏറ്റവും കേരളത്തിൽ പ്രവർത്തിച്ച ഒന്നാം സ്ഥാനത്തെത്തിയ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഒരിക്കൽ കൂടി എനിക്ക് അഭിമുഖം ചെയ്യാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു, കൺഗ്രാറ്റുലേഷൻസ്.